ജോയ് സ്റ്റുഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അരിക്കൊമ്പനെ ആരും മറന്നിട്ടില്ല. ഇന്നലെ വയനാട്ടിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെ കണ്ടപ്പോൾ അരിക്കൊമ്പനാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. അവസാനം കാടിളക്കിയ തണ്ണീർക്കൊമ്പനാണെന്ന് ബോധ്യമായി. 17 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിൽ തണ്ണീർക്കൊമ്പൻ കർണാടകയിലെത്തി. ഇന്നലെ വെളുപ്പിനെ മാനന്തവാടി ടൗണിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ മാനന്തവാടി ടൗണിന് മുൻമുനയിൽ നിർത്തി. പക്ഷേ അവിടുത്തെ റിപ്പോർട്ട് അനുസരിച്ച് തണ്ണീർക്കൊമ്പൻ ആരെയും ഉപദ്രവിച്ചില്ല. വലിയ നാശനഷ്ടങ്ങളൊന്നും വരുത്താതെ അവൻ മെഡിക്കൽ കോളേജിന് സമീപമുള്ള വാഴത്തോപ്പിൽ നിലയുറപ്പിച്ചു. അവൻ ശാന്തനായിട്ടാണ് കണ്ടത്. വൈകുന്നേരം 5 കൂടിയാണ് അവനെ മയക്കുവെടി വെച്ചത്. 2 മയക്കുവെടി വെച്ചു. അതിനുശേഷം ബൂസ്റ്റർ ഡോസ് കൊടുത്തു. എങ്കിലും 1 മണിക്കൂറോളം അവൻ മയങ്ങാതെ നിന്നു. അവനെ ലാറിയിൽ കയറ്റാനായിട്ട്, അല്ലെങ്കിൽ വൈൽഡ് എലിഫൻ്റുകാരുടെ ആംബുലൻസിൽ കയറ്റുവാനായിട്ട് തുടങ്ങി. അവൻ്റെ കാലുകളൊക്കെ ബന്ധിച്ച് അവനെ കയറ്റുവാൻ തുടങ്ങി. 3 കുങ്കിയാനകളാണ് അവനെ ലാറിയിൽ കയറ്റുവാൻ വേണ്ടി ഉണ്ടായിരുന്നത്. കോന്നി സുരേന്ദ്രനും വിക്രമും സൂര്യയുമായിരുന്നു. 20 വയസ്സുള്ള ആനയാണ് തണ്ണീർക്കൊമ്പൻ. അവൻ ഇടഞ്ഞു നിന്നു. അവസാനം രാത്രിയോടെ അവനെ ആംബുലൻസ് വാനിൽ കയറ്റി അവിടുന്ന് ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വയനാട് അതിർത്തി കഴിഞ്ഞ് കർണാടക വനവകുപ്പിൻ്റെ ബന്ദിപ്പൂരിലുള്ള ആന ക്യാമ്പിൽ കൂട്ടിലേക്കാണ് തണ്ണീർക്കൊമ്പനെ മാറ്റിയത്. ആന പൂർണ്ണ ആരോഗ്യവാനെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലിറങ്ങിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാനായി. തുടർന്ന് എലിഫൻ്റ് ആംബുലൻസിൽ കർണാടകയിലേക്കും കൊണ്ടുപോവുകയായിരുന്നു. നിർഭാഗ്യവശാൽ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. കർണാടക വനവകുപ്പാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. രാവിലെയായിരുന്നു സംഭവം. മരണകാരണം സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടില്ല. പരിശോധിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. പുലർച്ചെയോടെയാണ് ആനയെ ബന്ദിപ്പൂർ വനത്തിലെത്തിച്ചത്. അപ്പോൾ ആനയ്ക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. കൂടാതെ ആന പൂർണ്ണ ആരോഗ്യവാനാണെന്നും പരിശോധനയ്ക്ക് ശേഷം വനത്തിലേക്ക് തുറന്നു വിടുമെന്നും കർണാടക വനം വകുപ്പ് അധികൃതർ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തണ്ണീർക്കൊമ്പൻ അപ്രതീക്ഷിതമായി ചരിഞ്ഞത്. 20 വയസ്സാണ് തണ്ണീർക്കൊമ്പൻ്റെ പ്രായം. ആനയുടെ ജഡം ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. കഴിഞ്ഞ 20 ദിവസത്തിനിടെ 2 തവണയാണ് ആനയ്ക്ക് മയക്കുവെടിയേറ്റത്. ഇത് ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് സംശയിക്കുന്നു. ഇതിനു പുറമെ ആനയുടെ ഇടതുകാലിൽ മുഴയുള്ളതായി വനംവകുപ്പ് അറിയിച്ചിരുന്നു. ഇത് പരിശോധിക്കണം. ഇത് പരിക്കാണോ എന്ന സംശയവും പ്രകടിപ്പിച്ചിരുന്നു. ഇതാണോ മരണകാരണം ആയത് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സംശയവും അധികൃതർ പ്രകടിപ്പിക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആന ശാന്തനായിരുന്നു. ആരോഗ്യ പ്രശ്നത്തെ തുടർന്നായിരുന്നു ആന ശാന്തനായി എന്ന് കരുതുന്നത്. കൂടാതെ രാവിലെ മുതൽ ആന ഒന്നും കഴിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് അവശനിലയിലായിരുന്ന ആന എന്നും സംശയിക്കുന്നുണ്ട്. ബന്ദിപ്പൂരിൽ വെച്ചാണ് മരണം സംഭവിച്ചതെന്ന് വനംവകുപ്പ് മന്ത്രി സ്ഥിരീകരിച്ചു. 15 മണിക്കൂറാണ് കൊമ്പൻ മാനന്തവാടിയെ വിറപ്പിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികളുടൻ ഉണ്ട്. കേരളത്തിലെയും കർണാടകയിലെയും വിദഗ്ധർ മേൽനോട്ടം വഹിക്കും. ആനയെ കർണാടകയ്ക്ക് കൈമാറിയത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും. മരണകാരണം പ്രത്യേക സംഘം പരിശോധിക്കും. സർജന്മാരുടെ സംഘം ബന്ദിപ്പൂരിലേക്ക്. തണ്ണീർക്കൊമ്പൻ ചരിയാനുണ്ടായ കാരണം വ്യക്തമല്ല. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞതായി കർണാടക പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്ററും സ്ഥിരീകരിച്ചു. ബന്ദിപ്പൂരിലെത്തിയ ശേഷമാണ് ആന ചരിഞ്ഞത്. ആനയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘം നിയോഗിച്ചു. വെറ്റിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപ്പൂരിലെത്തും. ഇന്ന് തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തും. 20 ദിവസത്തിനിടെ ആന 2 തവണ മയക്കുവെടി ദൗത്യത്തിന് വിധേയമായിരുന്നു. ആനയ്ക്ക് മറ്റെന്തെങ്കിലും പരിക്കുകളുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. അതേസമയം 17 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് തണ്ണീർക്കൊമ്പൻ കർണാടകയിലെത്തിയത്. വയനാടൻ അതിർത്തി കഴിഞ്ഞ് കർണാടക വനംവകുപ്പിൻ്റെ ബന്ദിപ്പൂരിലുള്ള ആന ക്യാമ്പിലെ കൂട്ടിലേക്കാണ് തണ്ണീർക്കൊമ്പനെ മാറ്റിയിരുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ വയനാട്ടിലെ മാനന്തവാടി നഗരത്തിലെത്തിയ തണ്ണീർക്കൊമ്പൻ എന്ന പേരുള്ള കാട്ടാനയെ രാത്രിയോടെയാണ് മയക്കുവെടി വെച്ച് പിടികൂടാനായത്. തുടർന്ന് എലിഫൻ്റ് ആംബുലൻസിൽ കർണാടകയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചാണ് ഈ നിർഭാഗ്യകരമായ അവസ്ഥ ഉണ്ടാകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.